നമസ്കാരം. റൈറ്റ് സ്റ്റോറി ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം. സിനിമാ കഥയെക്കാളും വെല്ലുന്ന സംഭവങ്ങളാണ് ഇന്നിപ്പോൾ ഓരോ ദിവസവും സിനിമാ മേഖലയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. പവർ ടീം ഉണ്ടോ? പവർ ടീമിനെ കുറിച്ചാണ് ഹേമ കമ്മിറ്റിയിൽ ഓരോരുത്തരും ഒളിഞ്ഞും തെളിഞ്ഞും കുത്തിയും ഒക്കെ പറഞ്ഞുകൊണ്ടിരുന്നത്. എന്നാൽ അങ്ങനെ ഒരു പവർ ടീം ഉണ്ടെന്നാണ് വനിതാ പ്രൊഡ്യൂസറായ ശ്രീമതി സാൻഡ്ര തോമസ് ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലൂടെ വ്യക്തമാക്കിക്കൊണ്ടിരിക്കുന്നത്. അവർ പറയുന്നത് ഉറപ്പായിട്ടും ഓരോ പവർ ഗ്രൂപ്പും ഓരോ അസോസിയേഷനും ഓരോ പവർ ഗ്രൂപ്പുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ്. ഈ പറയുന്ന അസോസിയേഷനുകൾ ഫെഫ്ക, മാക്ട, ചേംബർ, ഫിലിം ചേംബർ, അമ്മ, ഈ എല്ലാ സംഘടനകളും ഇങ്ങനൊരു പ്രശ്നം വന്നപ്പോൾ, അതായത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ മൗനം പാലിക്കാൻ കാരണം പോലും ഈ പവർ ഗ്രൂപ്പ് ആണെന്നാണ് അവർ പറയാതെ പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ ഇത്രയും ദിവസങ്ങൾക്ക് ശേഷം എന്തുകൊണ്ടാണ് ഈ മാധ്യമത്തിന് മുമ്പിൽ നിങ്ങൾ പറയാതിരുന്നത്? അത് പഠിച്ചിട്ട് പറയാം, അല്ലെങ്കിൽ ആലോചിച്ചിട്ട് പറയാം, ഒരു മറുപടി കൊടുക്കുന്നത് ശരിയല്ല എന്ന ഭാരവാഹികളുടെ ഉറപ്പിന്മേലാണ് ഈ പറയുന്ന സാൻഡ്ര തോമസ് പോലെയുള്ള പ്രൊഡ്യൂസേഴ്സ്, ഒരു ഫീമെയിൽ പ്രൊഡ്യൂസർ ആണ് അവർ, ജനങ്ങളുടെ അല്ലെങ്കിൽ ഈ പറയുന്ന കലാകാരികളുടെ മാനത്തിനും വേതനത്തിനും അവരുടെ അടിസ്ഥാന സൗകര്യങ്ങളും ഉറപ്പ് നൽകേണ്ടുന്ന ഒരു വിഭാഗം ആൾക്കാർ തന്നെയാണ് പ്രൊഡ്യൂസർ. കാരണം സിനിമയ്ക്ക് വേണ്ടി മൂലധനം ഇറക്കുന്ന അവർ തന്നെയാണ്, സിനിമയ്ക്ക് വേണ്ടി കാശ് ഇറക്കുന്നവരാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ സൗകര്യങ്ങൾ അരക്കിട്ട് ഉറപ്പിക്കേണ്ട ആൾക്കാർ അവർ തന്നെയാണ്. എന്തുകൊണ്ടാണ് ഫെഫ്കയിലെ ഈ ഇടയ്ക്ക് സജി നന്ദ്യാട്ട് എന്ന് പറഞ്ഞ ഫെഫ്കയിലെ മെമ്പർ പറയുന്നുണ്ടായിരുന്നു ഒരു ഇന്റർവ്യൂവില്, ഞങ്ങൾക്ക് ഇതിനെക്കുറിച്ച് അറിയില്ല, ഞങ്ങളോട് ആരും ഇതിനെക്കുറിച്ച് പരാതി പറഞ്ഞിട്ടില്ല. അദ്ദേഹം അതിനകത്ത് ആ ഇന്റർവ്യൂവിൽ ആവർത്തിച്ച് പറയുന്ന ഒരു വിഷയം എന്ന് പറഞ്ഞാൽ, ഈ പറയുന്ന ഹേമ കമ്മിറ്റിയിൽ പറഞ്ഞ കാര്യങ്ങളൊന്നും ഞങ്ങളല്ല നടപടി എടുക്കേണ്ടത്, ഞങ്ങളെ ബാധിക്കുന്ന കാര്യങ്ങളല്ല എന്ന് അദ്ദേഹം പറയുമ്പോൾ അവിടെ ആൾക്കാരെ നിങ്ങൾ പൊട്ടരാക്കിയാണോ അതോ നിങ്ങൾ പൊട്ടന്മാരായി അഭിനയിക്കുകയാണോ എന്ന് ചോദിക്കേണ്ട ഒരു ലെവലിലേക്കാണ് അദ്ദേഹം കാര്യങ്ങൾ അവിടെ പറഞ്ഞത്. അദ്ദേഹം പറയുന്നത് ഞങ്ങൾ, പിന്നെ എന്തിനാണ് അസോസിയേഷൻ, എന്തിനാണ് ഈ ഫെഫ്ക അല്ലെങ്കിൽ മാക്ട അല്ലെങ്കിൽ അമ്മ എന്ന് പറയുന്ന സംഘടന, എന്തിനാണ് ഇതെല്ലാം? ഈ പ്രൊഡ്യൂസേഴ്സ് എന്ന് പറയുന്ന പ്രൊഡ്യൂസർ മാത്രം വട്ടമിട്ട് കൂടിയിരുന്നാൽ ഒരിക്കലും ഒരു സിനിമ ഉണ്ടാവില്ല, അല്ലെ? ഈ പ്രൊഡ്യൂസർമാർ പൈസ ഇറക്കണമെങ്കിൽ ചുമ്മാ അങ്ങ് പൈസ ഇറക്കിയാൽ സിനിമ പൊട്ടി വിരിയില്ല. പകരം അതിൽ അഭിനേതാക്കൾ വേണം, ജൂനിയർ ആർട്ടിസ്റ്റുകൾ വേണം, കൊറിയോഗ്രാഫേഴ്സ് വേണം. എല്ലാ തുറയിലുള്ള ആൾക്കാർ ഒരുമിച്ച് കൂടുമ്പോഴാണ് ഒരു സിനിമയാകുന്നത്. അല്ല, ഒരു പ്രൊഡ്യൂസർ അസോസിയേഷൻ വിചാരിച്ചാൽ സിനിമ ഉണ്ടാവില്ല, അമ്മ വിചാരിച്ചാൽ സിനിമ ഉണ്ടാവില്ല, മാക്ട വിചാരിച്ചാൽ സിനിമ ഉണ്ടാവില്ല, ഈ പറയുന്ന ഫെഫ്ക വിചാരിച്ചാൽ സിനിമ ഉണ്ടാവില്ല. ഇതെല്ലാം അറിയാമായിരുന്നിട്ടും ഇവർ എന്തിനാണ് ഉറക്കം നടിച്ചുകൊണ്ടിരിക്കുന്നത്? അദ്ദേഹം സാൻഡ്ര തോമസ് ആ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ വ്യക്തമായി പറയുന്നുണ്ട്, ഇവർക്ക് കിട്ടാൻ, അതായത് ഇവർക്ക് തീർച്ചയായിട്ടും പല കാര്യങ്ങളിലും വിയോജിപ്പുണ്ട് ഫെഫ്കയ്ക്ക്, എന്നാൽ പോലും മിണ്ടാതിരിക്കുമ്പോഴും ഇവർക്ക് ഈ അനീതിക്കെതിരെ തല്ലാനുള്ള ഒരു വടിയായിട്ടാണ് ഹേമ കമ്മീഷൻ കിട്ടിയിട്ട് പോലും അത് ഒരിക്കലും ആ വടി ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണ് എന്നാണ് സാൻഡ്ര തോമസ് അതിൽ ആരോപിക്കുന്നത്. കാരണം ഇങ്ങനൊരു നല്ല വടി കിട്ടിയിട്ടും ആരോപണ വിധേയരായവരെ അതിനെതിരായിട്ടോ അല്ലെങ്കിൽ അതിനനുകൂലിച്ചോ പറയുന്നതിന് പകരം അവർ നിശബ്ദത പാലിച്ചു. മൗനം സമ്മതം എന്ന് പറയുന്നത് പോലെ നിശബ്ദതയുടെ ഉള്ളിൽ അല്ലെങ്കിൽ നിശബ്ദതയുടെ ആ ഖനീഭവിച്ച നിശബ്ദതയ്ക്ക് പിന്നിൽ എന്തായിരിക്കണം? തീർച്ചയായിട്ടും സാൻഡ്ര ആരോപിക്കുന്നത് അത് പവർ ഗ്രൂപ്പിന്റെ സ്വാധീനം തന്നെ ആയിരിക്കണം എന്നാണ് പറയുന്നത്. കാരണം ഒരു പ്രൊഡ്യൂസർ, ഇത്രയും നല്ലൊരു പ്രൊഡ്യൂസർ എന്ന നിലയിൽ, അല്ലെങ്കിൽ പ്രൊഡക്ഷൻ കമ്പനി നടത്തുന്ന ഒരു സ്ത്രീ എന്ന നിലയിൽ അവർ തന്നെ പല പീഡനങ്ങളും പല അവഗണനകളും അനുഭവിക്കേണ്ടി വന്നു, പല റിജക്ഷൻസും അനുഭവിക്കേണ്ടി വന്നു എന്ന് അവര് നേരത്തെ നൽകിയ അഭിമുഖത്തിൽ പറയുന്നുണ്ടായിരുന്നു. ഇപ്പോഴും അവർ അരക്കിട്ട് പറയുന്നത്, ഈ അമ്മ എന്ന സംഘടന പോലും പല കാര്യങ്ങളിലും അവർ പറയുന്നത് ആൾക്കാരെ വിളിച്ചുകൂട്ടിയ ഒരു അഭിപ്രായം വെച്ചിരുന്നു എങ്കിൽ പോലും ഒരിക്കലും അതിന് പെട്ട ജനറൽ സെക്രട്ടറിയോ അമ്മയോ പ്രസിഡന്റോ ഒന്നും ആ അസോസിയേഷനിൽ അന്ന് ഈ പറയുന്ന ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം വിളിച്ചുകൂട്ടിയ യോഗത്തിൽ ഇവരാരും തന്നെ പങ്കെടുത്തിരുന്നില്ല എന്നാണ് അവർ ആരോപിക്കുന്നത്. അതോടൊപ്പം തന്നെ പല കാര്യങ്ങളും ഫെഫ്കയ്ക്ക് അറിയാമായിരുന്നു, അല്ലെങ്കിൽ മാക്ടയിലുള്ളവർക്ക് അറിയാമായിരുന്നു, അല്ലെങ്കിൽ അമ്മ ഗ്രൂപ്പിലുള്ളവർക്ക് അറിയാമായിരുന്നു. പലരും അവര് എനിക്ക് തോന്നുന്നു മാധ്യമത്തിൽ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ മുന്നോട്ട് വന്ന് പറഞ്ഞ ഒരു പക്ഷെ ആദ്യത്തെ പ്രൊഡ്യൂസർ ആയിരിക്കണം, ലേഡി പ്രൊഡ്യൂസർ ആയിരിക്കണം സാൻഡ്ര തോമസ് എന്ന് പറയുന്നത്. അവർ അതിനുള്ള ധൈര്യം കാണിച്ചു. അവർ കത്ത് മുഖേന പല കാര്യങ്ങളും ഫെഫ്കയ്ക്ക് സമർപ്പിച്ചിട്ടും അതിനൊരു നടപടിയും എടുത്തില്ല എന്ന് മാത്രമല്ല, അതിനൊരു പുല്ലുവിലയാണ് കൊടുത്തതെന്നും അവർ ആ സ്റ്റേറ്റ്മെന്റ് ആണ് ഞാൻ ഇതിലൂടെ നിങ്ങളോട് പറയുന്നത്. സാൻഡ്ര തോമസ് എന്ന് പറഞ്ഞ വ്യക്തി പറയുന്നുണ്ട്, ഞാൻ കത്തു മുഖേന പല കാര്യങ്ങളും എഴുതി പറഞ്ഞിട്ടും അത് പുറത്തുവിടുന്നതിനോ പബ്ലിഷ് ചെയ്യുന്നതിനോ മുൻപ് ഒരാളുടെ അഭിപ്രായമല്ല, പൊതുവായ എല്ലാ അഭിപ്രായങ്ങളും കൂടെ കൂട്ടിച്ചേർത്താണ് ഇവർ മാധ്യമങ്ങൾക്ക് കൊടുക്കുന്നത്. അത് എന്ത് ന്യായമാണെന്നാണ് സാൻഡ്ര ചോദിക്കുന്നത്. കാരണം വേറൊന്നുമല്ല, പലർക്കും പല അഭിപ്രായങ്ങളുണ്ട്. ഇതെല്ലാം സിനിമാക്കാരുടെ ഏകീകൃതമായ അഭിപ്രായം എന്ന നിലയിലാണ് ഫെഫ്ക പല പത്രസമ്മേളനം നടത്തുന്നത്. ആർക്കും അവരൊരു പേഴ്സണലായിട്ടോ ഒരു ചാനലിനോ ഇന്റർവ്യൂ കൊടുക്കാതെ പത്രസമ്മേളനം വിളിച്ചുകൂട്ടി അത് ചെയ്തു ഇത് ചെയ്യുന്നു, ഞങ്ങൾക്കറിയില്ല, ഞങ്ങളല്ല എന്ന രീതിയിൽ കൈ കഴുകാനാണ് ശ്രമിക്കുന്നതെന്നാണ് സാൻഡ്ര ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ പറയുന്നത്. ജനങ്ങൾക്ക് ചോദിക്കാനുള്ള ഇതാണ്, പവർ ടീമിന്റെ സ്വാധീനം ഇന്നും ഇപ്പോഴും നിർബാധം സിനിമയിൽ തുടരുന്നു എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് കുറച്ചു നാളുകളായിട്ട്, അതായത് ഹേമ കമ്മിറ്റി വന്നതിന് ശേഷം
നമ്മൾ ചാനലുകൾ എടുത്ത് നോക്കിയാൽ മതി. വലിയ ചാനൽ പരിപാടികളില്ല. സാധാരണ ഓണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിനിമാ നടന്മാരുടെയും നടിമാരുടെയും മേളാങ്കമാണല്ലേ ഓണം എന്ന്. നമ്മൾ എല്ലാ വർഷം 2023 എന്തിന് കൊറോണ കാലത്തെ ഓണം പോലും എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എല്ലാം ഇവൻ ലൈവായിട്ട് വന്ന പല സ്ഥലങ്ങളിലിരുന്ന് ചാനൽ ചർച്ചകളും റൂമിലിരുന്നു കൊണ്ട് മറ്റു മാധ്യമങ്ങൾ ഈ പറഞ്ഞ താരങ്ങളെ വിളിക്കുകയും ആഘോഷ പരിപാടികൾ ചാർട്ട് ചെയ്യുകയും ചെയ്തു. എന്നാൽ ഈ ഓണത്തിന് മാത്രം അതൊന്നുമില്ല. എന്തുകൊണ്ടെന്നാൽ തങ്ങളുടെ യഥാർത്ഥ മുഖം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലൂടെ പുറത്തേക്ക് വന്നുകൊണ്ടേയിരിക്കുന്നു എന്നാണ് അത് കാണിക്കുന്നത്. അതിൽ എനിക്ക് തോന്നുന്നു, അല്ലെങ്കിൽ എന്റെ അഭിപ്രായമല്ല, മറിച്ച് ജനങ്ങൾക്ക് തോന്നുന്നത്, അല്ലെങ്കിൽ നമുക്ക് മാധ്യമ പ്രവർത്തകർക്ക് തോന്നുന്നത്, ഇവരെല്ലാവരും ഒരുപക്ഷെ 60-70% പേർന്ന നായിക സഖ്യങ്ങൾക്ക് എല്ലാവർക്കും തന്നെ പവർ ടീമിൽ അല്ലെങ്കിൽ പവർ ഗ്രൂപ്പിൽ പങ്കാളിത്തമുണ്ടെന്നും ഇങ്ങനെയുള്ള പീഡനങ്ങൾക്ക് ഇവർ അറിഞ്ഞോ അറിയാതെയോ അല്ലെങ്കിൽ അറിഞ്ഞുകൊണ്ട് കണ്ണടയ്ക്കുകയാണോ എന്നും പറയേണ്ടി വരികയാണ്. ഇന്നിപ്പോ സാന്ദ്ര തോമസ് അവരിന്നും ഇന്നലെയും മിനിഞ്ഞാന്നും ഒക്കെ ആയിട്ട് പല ചാനലുകൾക്കും അഭിമുഖം കൊടുക്കുന്നുണ്ട്. അതിൽ അവർ ഇറക്കിയിട്ട് പറയുന്നത് എന്തെന്ന് വെച്ചാൽ, ഈ പറയുന്ന എല്ലാ അസോസിയേഷനും, അത് അമ്മയായാലും ആക്ടോ ആയാലും FFK ആയാലും ആരും ശക്തമായ ഒരു അഭിപ്രായം പറയാത്തതിന്റെ കാരണം, പേടിച്ചു വിറച്ച് കിട്ടിയ വടി ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നതിന്റെ കാരണം പവർ ഗ്രൂപ്പ് തന്നെയാണെന്നാണ് അവർ പറഞ്ഞു വെക്കുന്നത്. വേറൊന്നുമല്ല, സിനിമയിൽ പല ആൾക്കാരും മുന്നോട്ട് വന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ സാന്ദ്ര തോമസ് ഉൾപ്പെടെ ഹേമ കമ്മിറ്റിക്ക് മുൻപാകെ മൊഴി കൊടുത്തിട്ടുണ്ട്. പല കാരണങ്ങളും അതൊന്നും റിട്ടേൺ ആയിട്ട് അല്ലെങ്കിൽ അതൊന്നും തെളിവുകളിലൂടെ പുറത്ത് ഇന്നിപ്പോൾ TV-യിലൂടെ ആണെങ്കിലും വിടുന്നില്ല എന്നുള്ളത് സത്യം തന്നെയാണ്. ഇന്നും പറയട്ടെ, പ്രമുഖ നടിമാര് പലരും പല കാര്യങ്ങളും ഹേമ കമ്മീഷന്റെ മുമ്പിൽ വെച്ചിട്ടുണ്ടെങ്കിലും അതൊന്നും മാധ്യമ പ്രവർത്തകരുടെ മുമ്പിൽ വന്ന് പറയാനുള്ള ധൈര്യം ഇന്നും അവർക്കില്ല. എന്തുകൊണ്ടെന്നാൽ പുറകിൽ പവർ ടീമിന്റെ ആൾക്കാർ കണ്ണുരുട്ടിക്കൊണ്ട് നിൽപ്പുണ്ട്. കാരണം മാധ്യമങ്ങൾക്ക് ഈ പവർ ടീമിനെ അറിയില്ലെങ്കിലും ഈ പറഞ്ഞ നടിമാർക്കെല്ലാം പവർ ടീമിനെ അറിയാം, പവർ ടീമിന്റെ അംഗങ്ങളെ അറിയാം. അതിൽ ചില പ്രമുഖ നടന്മാർക്ക് ആരോപണങ്ങൾ വന്നു. അവർ ജാമ്യം എടുത്ത് നിലാവത്തഴിച്ചു വിട്ട കോഴികളെ പോലെ പുറത്തു നടക്കുന്നു. ഇതെല്ലാം നടക്കുന്ന സത്യങ്ങൾ തന്നെയാണ്. പക്ഷേ അതിലും വലിയ സിംഹങ്ങളും അതിലും വലിയ കോഴികളും അകത്ത് കൊക്കി നടക്കുമ്പോ അവരെ സ്വമേധയാ അങ്ങനെ വളരാൻ വിടുന്നതിന്റെ കാരണം എന്താണെന്ന് ഇന്നും നിഗൂഢമാണ്. ആ 40 പേജ് എവിടെയാണ്, എന്തുകൊണ്ടാണ് ഒളിപ്പിച്ചിരിക്കുന്നതെന്നും ഇന്ന് നിഗൂഢമാണ്. എന്തായാലും സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം SITക്ക് മുമ്പാകെയും ഹൈക്കോർട്ടിന് മുമ്പാകെയും ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പ്രസക്ത ഭാഗങ്ങൾ, ഈ ഒളിപ്പിച്ചെന്ന് പറയുന്ന 40 പേജുകൾ ഉൾപ്പെട്ട 292 പേജുകൾ, 98 പേജുകൾ അവരുടെ മുമ്പിൽ കൊടുത്തിട്ടുണ്ട്. തീർച്ചയായിട്ടും അവരത് പഠിക്കുമെന്നും ഈ പറയുന്ന ഇരകൾക്കും സാന്ദ്ര തോമസിനെ പോലെ പ്രൊഡ്യൂസേഴ്സും അതുപോലെ ഒരുപാട് ഫീമെയിൽ സംവിധായകരും മുന്നോട്ട് വരികയുണ്ടായി. സൗമ്യ പോലുള്ള ഫീമെയിൽ സംവിധായകരൊക്കെ മുന്നോട്ട് വന്ന് പറഞ്ഞിട്ടുണ്ട്, അഡ്ജസ്റ്റ്മെന്റിന് കൂട്ടു നിൽക്കാത്തത് കൊണ്ട് എനിക്ക് പിന്നീട് പണങ്ങളൊന്നും കിട്ടിയില്ല, എന്നെ സംവിധാനം ചെയ്യാൻ സമ്മതിക്കുന്നില്ല, നിന്നെ ഒരു എന്താ പറയുന്നത് പ്രശസ്ത സംവിധായകയാക്കാൻ അനുവദിക്കില്ല എന്ന തരത്തിൽ ഇവൻ പ്രൊഡ്യൂസേഴ്സിൽ അസോസിയേഷനിൽ നിന്ന് പോലും ഉള്ള മുറുമുറുപ്പുകൾ ഉണ്ടായിരുന്നു എന്ന് സൗമ്യ എന്ന് പറഞ്ഞ ലേഡി സംവിധായക വന്ന് പറയുന്നുണ്ടായിരുന്നു മാധ്യമങ്ങളുടെ മുമ്പിൽ. അതുപോലെ ഇനിയും ഒരു പക്ഷേ തിരുവോണത്തിനും അവിട്ടത്തിനും ചതയത്തിനുമെല്ലാം ഓരോ ഇരകളും ഓരോ ആക്ട്രസുകളും ഒരു പക്ഷേ ഇനിയും പുറത്തു വന്നേക്കാം. 10, 12, 20 വർഷങ്ങൾക്ക് മുമ്പുള്ള പീഡനകഥകൾ ഇനിയും പുറത്തു വന്നേക്കാം. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, സത്യവും ഗർഭം ഇനി ഒളിപ്പിച്ചാലും സത്യം എക്കാലത്തും പുറത്തു വന്നിരിക്കും. സത്യം എക്കാലവും മാണിക്യം പോലെ തിളങ്ങും. എന്തായാലും ടേണിങ്ങുകളും ട്വിസ്റ്റിങ്ങുകളും ഉള്ള ഒരു എൻലെസ് സിനിമയായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട്. നന്ദി.